സോളാർ എനർജി ഈസ് റിസീവ്ഡ് ബൈ ദ എർത്ത് ത്രൂ ഡാഷ്. സോളാർ എനർജി ഭൂമിയിൽ എത്തുന്നത് എന്ത് വഴിയാണ്? എന്ത് വഴിയാണ്? എന്ത് വഴിയാണ് മക്കളെ? റേഡിയേഷൻ. റേഡിയേഷൻ. കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? തന്മാത്രകൾ തമ്മിൽ അടുത്തടുത്തിരുന്ന് ഒരു തന്മാത്രയിൽ നിന്ന് മറ്റൊരു തന്മാത്രയിലേക്ക് ചൂടോ തണുപ്പോ ഇലക്ട്രിസിറ്റിയോ പാസ് ചെയ്യുന്നതിനാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്താണ്? ഒരു തന്മാത്രയിൽ നിന്ന് ഒരു തന്മാത്ര മറ്റൊരു തന്മാത്രയുമായി മുട്ടി നിന്നുകൊണ്ട് ഇലക്ട്രിസിറ്റിയോ ചൂടോ തണുപ്പോ പാസ് ചെയ്യുന്ന രീതിയാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. കേട്ടോ? എന്തോന്നാ? കണ്ടക്ഷൻ. കൺവെൻഷനോ? കൺവെക്ഷൻ എന്തുവാ? ജലത്തിലൂടെ വൈദ്യുതി അല്ലെങ്കിൽ തണുപ്പ് അല്ലെങ്കിൽ ചൂട് കടന്നു പോകുന്ന പ്രക്രിയയാണ് ഏതാ? കൺവെക്ഷൻ. റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളത്തിലൂടെയോ ഗ്ലാസ്സിലൂടെയോ ലൈറ്റ് കടന്നു പോകുന്ന പ്രക്രിയയാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ സോളാർ എനർജി ഈസ് റിസീവ്ഡ് ബൈ ദ എർത്ത് ത്രൂ റേഡിയേഷൻ. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഹാസ് ലോങ്ങസ്റ്റ് വേവ് ലെങ്ത്? ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത്. വേവ് ലെങ്തിന്റെ മലയാളം എന്തുവാ? എന്താ മക്കളെ വേവ് ലെങ്തിന്റെ മലയാളം? വേവ് എന്ന് പറഞ്ഞ ഈ തിരയല്ലേ? തരംഗ ദൈർഘ്യം. ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഹാസ് ലോങ്ങസ്റ്റ് വേവ് ലെങ്ത്? ക്വസ്റ്റ്യൻ മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാകത്തില്ല. ഇലക്ട്രോ ഇലക്ട്രിസിറ്റി, മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കാന്തം. വൈദ്യുത കാന്തിക വേവിൽ, വൈദ്യുത കാന്തിക തരംഗത്തിലെ ഏറ്റവും കൂടുതൽ തരംഗ ദൈർഘ്യമുള്ള തരംഗം ഏതാണ് എന്നാണ് ചോദ്യം. മനസ്സിലായോ ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇലക്ട്രോ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ കാന്തം, സംതിങ് കണക്റ്റഡ് ടു മാഗ്നറ്റ്, വേവ്സ് തരംഗം, ഹാസ് ലോങ്ങസ്റ്റ് വേവ് ലെങ്ത്. താഴെ പറയുന്ന ഏത് വേവിനാണ് ഏറ്റവും കൂടുതൽ തരംഗ ദൈർഘ്യമുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേസ്? ഏതാണ്? ഏതാണ് മക്കളെ? ഇൻഫ്രാറെഡ് റേസ്. ഇൻഫ്രാറെഡ്. ഏറ്റവും അകലെ നിന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആയുധം കൂടിയാണ് ഇൻഫ്രാറെഡ്. നമ്മുടെ ശരീരത്തിൽ ഒരു ഹൈ വെലോസിറ്റി അടിച്ചാൽ അത്രയും സ്ഥലം പൊള്ളി കുഴിഞ്ഞങ്ങ് പോകും ഇൻഫ്രാറെഡ്. ഓക്കെ. അൾട്രാ വയലറ്റ് റേസ്. അൾട്രാ വയലറ്റ് റേസിൻ്റെ പ്രത്യേകത എന്താ? അൾട്രാ വയലറ്റ് റേസ്, സൂര്യൻ്റെ അൾട്രാ വയലറ്റ് റേസ് നമ്മുടെ ബോഡിയിൽ സൺബേൺ ഉണ്ടാക്കും. കേട്ടിട്ടുണ്ടോ സൺബേൺ? എന്ന് പറഞ്ഞാൽ അവിടെ പൊള്ളിപ്പോവും. സൺബേൺ, സൂര്യാഘാതം എന്നാണ് അതിൻ്റെ ഇപ്പോഴത്തെ ഓമന പേര്, സൺബേൺ. ഗാമ റേസ്. ഗാമ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ റേസാണ്? എക്സ്റേക്ക് ഉപയോഗിക്കുന്നതാണ് ഗാമ, അല്ലേ? ആൽഫ ബീറ്റ ഗാമ, അല്ലേ? അങ്ങനല്ലേ? മിണ്ടുന്നില്ലല്ലോ ഒരെണ്ണു. പറഞ്ഞ പതുക്കെ അവിടെ എത്തുന്നുള്ളൂ. അയ്യോ എനിക്ക് ശബ്ദമുണ്ടല്ലോ. വിസിബിൾ റൈറ്റ് എന്ന് പറഞ്ഞാൽ, വിസിബിൾ റൈറ്റ് എന്ന് പറഞ്ഞാൽ കാണാൻ ഉപയോഗിക്കുന്ന വെളിച്ചം, ധവളപ്രകാശം എന്ന് പറയും. എന്ത് പ്രകാശം? ഇവിടെ എന്താ നമ്മൾ പറഞ്ഞേക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഹാസ് ദ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത്? ഏറ്റവും കൂടുതൽ തരംഗ ദൈർഘ്യമുള്ള താഴെ പറയുന്നതിലെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഏതാണ്? ഏതാണ്? ഇൻഫ്രാറെഡ്. എന്താണ്? ഇൻഫ്രാറെഡ്. When ice melts, its temperature is dash.
ഐസ് ഉരുകുമ്പോൾ അതിൻ്റെ താപനില ഡാഷ് കൂടുന്നു, കുറയുന്നു, റിമെയിൻ 100 ഡിഗ്രി നിലനിൽക്കുന്നു. ഫസ്റ്റ് ഇൻക്രീസസ് ദെൻ ഡിക്രീസസ്. എന്താ കാര്യം? ഐസ് ഉരുകുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചറിന് എന്ത് സംഭവിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. എന്ത് സംഭവിക്കുന്നു? ഇൻക്രീസസ്, കൂടുന്നു. ഐസിന്റെ ടെമ്പറേച്ചർ എത്ര? ഐസിന്റെ ടെമ്പറേച്ചർ എത്രയാണ്? അടുത്തത്, an air bubble in water will act like a dash. ഒരു എയർ ബബിൾ ജലത്തിൽ എന്തായി പ്രവർത്തിക്കും? മനസ്സിലായോ? an air bubble, ഒരു എയർ ബബിൾ, ഇൻ വാട്ടർ, വെള്ളത്തിൽ, will act like dash, ഡാഷ് ആയി പ്രവർത്തിക്കും. എന്താണ്? കോൺകേവ് ലെൻസിന്റെ പ്രത്യേകത എന്താ? കോൺകേവ് ലെൻസിന്റെ പ്രത്യേകത എന്താണ്? The air bubble in water will act like concave lens. Concave lens. അടുത്തത്, optical fiber work on the principle of dash. ഒപ്റ്റിക്കൽ ഫൈബർ എന്തുവാ? ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞാൽ, ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഒപ്റ്റിക്സ് പെട്ടെന്ന് പറഞ്ഞു, വിടുന്നില്ലേ? അറിയില്ല സാർ. ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ പ്രകാശം. ഒപ്റ്റിക്കൽ ഫൈബർ, ഫൈബർ എന്ന് പറഞ്ഞാൽ നാര്. ഒപ്റ്റിക്കൽ ഫൈബർ, പ്രകാശനാര്. മനസ്സിലായോ? ഒപ്റ്റിക്കൽ ഫൈബർ പിടികിട്ടിയോ? യെസ്. ഒപ്റ്റിക്കൽ ഫൈബർ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡാഷ്. എന്താണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അതുകൊണ്ട് ഏറ്റവും വേഗതയിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ ഒപ്റ്റിക്കൽ ഫൈബർ ആണ് ഉപയോഗിക്കുന്നത്. ടോട്ടൽ 100% ഇന്റേണൽ റിഫ്ലക്ഷൻ ഉണ്ടാക്കുന്നതാണ് ഒപ്റ്റിക്കൽ ഫൈബർ. അതുകൊണ്ടാണ് ഇപ്പോഴെന്തിന് ടെലികമ്മ്യൂണിക്കേഷന് വേണ്ടി ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? ടെലികമ്മ്യൂണിക്കേഷന് വേണ്ടി എന്ത് ഉപയോഗിക്കുന്നു? ഒപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിക്കുന്നു. ഓക്കെ, ആ ടേം ഒന്ന് നോക്കിയേ, റിഫ്രാക്ഷൻ. എന്തുവാ റിഫ്രാക്ഷൻ? വെള്ളത്തിലൂടെ ഗ്ലാസ്സിലൂടെ ലൈറ്റ് പോകുന്നതാണ് റിഫ്രാക്ഷൻ. സ്കാറ്ററിങ്. എന്താ സ്കാറ്ററിങ്? സ്കാറ്ററിങ്ങിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ് മുകളിലേക്ക് നോക്കുമ്പോൾ ആകാശം നീലയായി കാണപ്പെടും. കേട്ടോ? എന്ന് പറഞ്ഞാൽ ചിതറിപ്പോകുന്നതിനെയാണ് സ്കാറ്ററിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റർഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രതലത്തിൽ തട്ടി പ്രകാശം വളഞ്ഞു പോകുന്നതിന് ഇന്റർഫറൻസ്. അപ്പോൾ ഇവിടെ എന്തുവാ ആൻസർ? ഒപ്റ്റിക്കൽ ഫൈബർ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. മനസ്സിലായോ? What verbs are used for telecommunication via artificial satellites? ടെലികമ്മ്യൂണിക്കേഷന് വേണ്ടി കൃത്രിമ ഉപഗ്രഹങ്ങളിൽ, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൽ എന്ത് തരം വേവുകളാണ് ഉപയോഗിക്കുന്നത്? തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇല്ല സർ. വാട്ട് വേവ്സ്, എന്ത് തരം തരംഗങ്ങൾ, ആർ യൂസ്ഡ്, ഉപയോഗിക്കുന്നത് ടെലികമ്മ്യൂണിക്കേഷന് വേണ്ടി. ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മൊബൈൽ ഫോൺ. ടെലികമ്മ്യൂണിക്കേഷന് എന്ത് തരം തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്?
വയ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. കൃത്രിമ ഉപഗ്രഹങ്ങളിലൂടെയുള്ള ടെലികമ്മ്യൂണിക്കേഷന് വേണ്ടി എന്ത് തരം തരംഗങ്ങളെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? എന്താണ്? മൈക്രോവേവ്സ്. മൈക്രോവേവ്സ്. മൈക്രോ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ചെറുത്. വളരെ ചെറുത്. അതിന്റെ ഓപ്പോസിറ്റ് വേറെ എന്താ? മാക്രോ. മാക്രോ. ശരിയാ. ഓക്കെ, അടുത്തത്. വെൻ ഹൈറ്റ് ഇൻക്രീസസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഡാഷ്. എന്താണ്? ഡിക്രീസസ്. അപ്പോൾ നമ്മൾ ഫിസിക്സിൽ പണ്ടൊരു പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്. ഹൈറ്റും അറ്റ്മോസ്ഫിയറിക് പ്രഷറും എന്ത് പ്രപ്പോർഷണലാണ്? എന്ത് അനുപാതത്തിലാണ്? വെൻ ഹൈറ്റ് ഇൻക്രീസസ് atmospheric pressure also atmospheric pressure decreases. അവിടെ എഴുതി വെച്ചോ. എന്തനുപാതമാ? വിപരീത അനുപാതം. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. എന്ത് പ്രപ്പോർഷണൽ? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. യെസ്. എപ്പോഴും മൈക്ക് ഓൺ ആക്കുമ്പോഴാ സാർ എക്കോ കേൾക്കുന്നത്. അതാ ഓൺ ആക്കാത്തെ. വേണ്ട, എപ്പോഴും ഓൺ ആക്കണമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ശരി, അപ്പൊ 1 മുതൽ 7 വരെയുള്ള ക്വസ്റ്റ്യൻ മനസ്സിലായോ? സർ, ആറാമത്തെ ഒന്നും കൂടെ പറയൂ. വാട്ട് വേവ്സ് ആർ യൂസ്ഡ് ഫോർ ടെലികമ്മ്യൂണിക്കേഷൻ വയ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. അപ്പോൾ ഓരോ വാക്കും എടുത്ത് നോക്കൂ. വാട്ട് എന്ത്, വേവ് തരംഗം, ആർ യൂസ്ഡ് എന്ത് തരം തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്, എവിടെ? ഫോർ ടെലികമ്മ്യൂണിക്കേഷൻ എന്തിനു വേണ്ടി? മൊബൈൽ ഫോൺ കമ്മ്യൂണിക്കേഷന് വേണ്ടി, ടെലികമ്മ്യൂണിക്കേഷന് വേണ്ടി. വയ എന്തിലൂടെ? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ ഉപഗ്രഹം, ആർട്ടിഫിഷ്യൽ എന്ന കൃത്രിമ ഉപഗ്രഹങ്ങളിലൂടെയുള്ള ടെലികമ്മ്യൂണിക്കേഷന് എന്ത് തരം തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്? എന്ത് തരം തരംഗങ്ങളാണ്? മൈക്രോവേവ്സ്. എന്ത് വേവ്സ്? മൈക്രോവേവ്സ്. അപ്പോൾ സംശയമില്ലെങ്കിൽ ഒന്ന് വായിച്ചേ കേൾക്കട്ടെ. സംശയം ഉണ്ടെങ്കിൽ അത് പറയുക, ശേഷം വായിക്കുക. നമ്മൾ വായിച്ചേ. 1. Solar energy is received by the earth through radiation. 2. Which of the following electromagnetic waves has the longest wavelength? Infrared rays. 3. When ice melts, its temperature increases. 4. An air bubble in water will act like a concave lens. 5. Optical fiber work on the principle of total internal reflection. 6. What waves are used for telecommunication via artificial satellite? Microwaves. 7. When height increases, atmospheric pressure decreases. Yes. Physics 1. Solar energy is received by the earth through radiation. 2. Which of the following electromagnetic waves has the longest wavelength? Infrared rays. 3. When ice melts, its temperature increases. 4. An air bubble in water will act like a concave lens. 5. Optical fiber works on the principle of total internal reflection. 6. What waves are used for telecommunication via artificial satellites? Microwaves. 7. When height increases, atmospheric pressure decreases. Any doubt? Illa sir. No. Lenses. Kando lenses. Which of the following eye defects can be corrected using convex lens? ഏതാണ്? എ. ലോങ് സൈറ്റ് ഉള്ളവർക്ക് എന്താണ്? കോൺവെക്സ് ലെൻസാണ്.
അടുത്തത് ദ ലെൻസ് യൂസ്ഡ് ഇൻ ഫോട്ടോ ക്യാമറ. ഫോട്ടോ ക്യാമറയിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ്. അടുത്തത് എ പേഴ്സൺ സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് എ മിറർ ഫൈൻഡ് ഹിസ് ഇമേജ് ലാർജ് ദാൻ ഹിംസെൽഫ്. ദിസ് ഇംപ്ലൈസ് ദാറ്റ് മിറർ ഈസ് എ ഡാഷ് മിറർ. എന്ത് മിറർ? കോൺകേവ് മിറർ. കോൺകേവ്, കർവ്, അകത്തേക്ക് വളഞ്ഞത്, കർവ് മിറർ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്. താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായി മാച്ച് ചെയ്യുന്നത്? ഏതാണ്? മയോപ്പിയ. മയോപ്പിയ എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളെഴുത്ത്. എന്തോന്ന്? വെള്ളെഴുത്ത്, മയോപ്പിയ. കോൺകേവ് ലെൻസ് ഉപയോഗിച്ചാൽ മയോപ്പിയ മാറും. എന്തെങ്കിലും മനസ്സിലായോ? ഇപ്പൊ പറഞ്ഞ മനസ്സിലായില്ലേ സർ? അത് മനസ്സിലായില്ല. അതെന്താ മയോപ്പിയ പറഞ്ഞാൽ എന്തായിരുന്നു? വെള്ളെഴുത്ത് എന്ന് പറയുന്ന ഒരു തരം രോഗമുണ്ട് നമുക്ക്. 35 വയസ്സ് കഴിഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ച കുറയും, വായിക്കാൻ പറ്റുകയില്ല. അപ്പോൾ നമ്മൾ പ്രായമായവർ പറയും വെള്ളെഴുത്താണെന്ന് പറയും, വെള്ളെഴുത്ത്. അപ്പോൾ ഒരു കോൺകേവ് ലെൻസ് മേടിച്ച് വെച്ചാൽ, ഞാനൊക്കെ വെച്ചേക്കുന്ന ഗ്ലാസ് കണ്ടില്ലേ, റീഡിങ് ഗ്ലാസ് എന്ന് പറയും. അപ്പോൾ കോൺകേവ് ലെൻസ് മേടിച്ച് വെച്ചാൽ മയോപ്പിയ മാറും, വെള്ളെഴുത്ത് മാറും. മനസ്സിലായോ? Any doubt? ഇല്ല സർ. Yes. അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ. Who propounded the equation E = mc²? ആരാണ്? എനർജി ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു പ്രകാശത്തിൻ്റെ പ്രവേഗത്തിൻ്റെ സ്ക്വയറാണ്. ഏതാണ്? പ്രകാശത്തിൻ്റെ പ്രവേഗമാണ് c. c² ഈസ് ഈക്വൽ ടു എനർജി ഈസ് ഈക്വൽ ടു മാസ് m ഫോർ മാസ് ഇൻറ്റു പ്രകാശത്തിൻ്റെ പ്രവേഗത്തിൻ്റെ 2 കൊണ്ട് ഗുണിക്കുന്നതാണ് എന്ന് പറയുന്നത്. 2 കൊണ്ടല്ല, പ്രവേഗത്തിനെ ഒന്നും കൂടെ ഗുണിക്കുന്നതാണ്. ഇതിൻ്റെ സ്ക്വയർ ആണെന്ന് പറഞ്ഞു. c ഇൻറ്റു c². ആരാ പറഞ്ഞേ? ആരാ പറഞ്ഞത്? ആൽബർട്ട് ഐൻസ്റ്റീൻ. വെറും ഐൻസ്റ്റീൻ അല്ല, ആൽബർട്ട് ഐൻസ്റ്റീൻ. ഇതാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും ഉപയോഗിച്ച ബോംബിൻ്റെ പിന്നിലെ തത്വം, പ്രിൻസിപ്പിൾ, തിയറി. E = mc². എനർജി ഈസ് ഈക്വൽ ടു മാസ് മാസ് ഇൻറ്റു പ്രകാശത്തിൻ്റെ പ്രവേഗത്തിൻ്റെ സ്ക്വയർ. Thus, which of the following eye defects can be corrected using convex lens long sight? The lens used in photo camera, convex lens. A person standing in front of a mirror finds his image larger than himself. This implies that the mirror is concave lens. Which of the following is correctly matched? Myopia, concave lens. 8. Who propounded the equation E is equal to mc²? Albert Einstein. Ready? Sound travels fastest through dash. സൗണ്ട്, ശബ്ദം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത് എവിടെയാണ്? എവിടെയാണ് മക്കളെ? സ്റ്റീൽ. വാക്വം, വാട്ടർ, എയർ, സ്റ്റീൽ. അതൊരു ഡൗട്ടുണ്ട് കേട്ടോ, ഒന്ന് നോക്കണേ. സൗണ്ട് ട്രാവൽസ് മാക്സിമം ത്രൂ വാക്വം എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട് കേട്ടോ. തൽക്കാലം ഓപ്ഷൻ അവിടെ തന്നിരിക്കുന്ന സ്റ്റീൽ എന്നായതുകൊണ്ട് തൽക്കാലം നിങ്ങളങ്ങ് പഠിക്കൂ കേട്ടോ. നമുക്ക് ഇപ്പം തന്നെ ഗൂഗിളിനോടൊന്ന് ചോദിച്ചോളെ കേട്ടോ. സ്റ്റീൽ ഈസ് കറക്റ്റ്. സോളിഡ്. സൗണ്ട് ട്രാവൽസ് ഫാസ്റ്റസ്റ്റ് ത്രൂ സ്റ്റീൽ. ഓക്കെ. രാമൻ എഫക്റ്റ് ഈസ് റിലേറ്റഡ് ടു ഡാഷ്. രാമൻ എഫക്റ്റ് ആരാ? രാമൻ ആരാ? രാമൻ സീതയുടെ ഭർത്താവ് രാമനോ? എൻ്റെ കർത്താവേ. രാമൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഫിസിക്സിലൊരു ശാസ്ത്രജ്ഞനായിരുന്നു രാമൻ കേട്ടോ.
രാമൻ എഫക്റ്റ് ഈസ് രാമൻ എഫക്റ്റ് അല്ലേ? Ah. Internal refraction, polarization of light, none of the above. None of the above ആണ് അവിടെ ശരി. പക്ഷേ നമുക്ക് ആൻസർ പഠിച്ചേ പറ്റൂ കേട്ടോ. അതും ഗൂഗിളിനോട് ചോദിക്കാം. Raman effect is related to dash. According to Britannica, Raman effect, change in the wavelength of light that occurs when a light beam is deflected by molecules. അവിടെ അതിൻ്റെ ആൻസർ അവിടെ തന്നിട്ടില്ല. അവിടെ പറയുന്നുണ്ടോ വേവ് ലെങ്ത് ഓഫ് എ ലൈറ്റ് ദാറ്റ് ഒക്കേഴ്സ് വെൻ ദ ലൈറ്റ് ബീം ഈസ് ഡിഫ്ലക്റ്റഡ് ബൈ മോളിക്യൂൾസ്. എന്തുവാ പറഞ്ഞേക്കുന്നേ? അത് അതിനകത്ത് പറയുന്നത് എന്താണെന്ന് അറിയുമ്പോൾ ഇദ്ദേഹം കപ്പലിൽ യാത്ര ചെയ്യുമായിരുന്നു. കപ്പലിൽ യാത്ര ചെയ്തു വരുന്നപ്പോൾ കടൽ ഇങ്ങനെ നീല നിറത്തിൽ കാണപ്പെടും. അപ്പോൾ മോളിക്യൂളിൽ ഇത് ലൈറ്റ് ബീം മോളിക്യൂളുകൾ വാട്ടർ കണികകളിൽ തട്ടി അപ്പോൾ ഇത് സ്കാറ്ററിങ് ഈസ് അതാണ് രാമൻ എഫക്റ്റ്. എന്താണ് സാധനം? നൺ ഓഫ് ദ എബോവിൻ്റെ അടുത്ത് സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് എന്നിരിക്കും. എന്താ സാധനം? സ്കാറ്ററിങ് ഓഫ് ലൈറ്റ്. ശരി മക്കളെ. വാട്ട് ഈസ് ദ ഫോളോയിങ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫണ്ടമെൻ്റൽ യൂണിറ്റ്? അവിടെ ലിറ്ററിൻ്റെ സൈഡിൽ എഴുതി വെക്കണം. ഫണ്ടമെൻ്റൽ യൂണിറ്റ് മില്ലി ലിറ്റർ ആകുന്നു. മീറ്റർ, കിലോമീറ്റർ, സെക്കൻഡ് എന്താണ്? സെക്കൻഡ് ടൈം, കിലോഗ്രാം വെയിറ്റ്, മീറ്റർ എന്താണ്? ലെങ്ത്, നീളം. റൈറ്റ്. ദ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി ആരാണ്? ആരാണ് മക്കളെ? മിഖായേൽ ഫാരഡേ. മൈക്കിൾ ഫാരഡേ. The father of electricity is Michael Faraday. എഡിസൺ എന്തോ മക്കളെ കണ്ടുപിടിച്ചേ? തോമസ് ആൽവ എഡിസൺ കണ്ടുപിടിച്ച എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട തോമസ് ആൽവ എഡിസന്റെ കണ്ടുപിടുത്തം എന്താ? ഇലക്ട്രിക് ബൾബ്. കേട്ടോ? ഇലക്ട്രിക് ബൾബ് തോമസ് ആൽവ എഡിസൺ. ബാക്കിയൊക്കെ നമുക്ക് പഠിക്കാം. അടുത്ത കളേഴ്സ്. എത്ര കളറുണ്ട് മക്കളെ? എത്ര കളറുണ്ട്? നോക്കൂ. ദ ബ്ലൂ കളർ ഓഫ് ദ സ്കൈ ഈസ് ഡ്യൂ ടു ഡാഷ്. ആകാശത്തിൻ്റെ നീല നിറം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാകുന്നത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മക്കളെ? സ്കാറ്ററിങ്. അവിടെ ഒരു ചോദ്യം കൂടെ ചേർത്ത് എഴുതിക്കോണം. നദീജലം നീല നിറത്തിൽ കാണുന്നതും സ്കാറ്ററിങ് ആണ്. എന്താണ്? ദ ബ്ലൂ കളർ ഓഫ് ദ സ്കൈ. ആ സ്കൈ എന്നുള്ളതിന് ഒന്ന് വരച്ചിടണം. ലേക്ക് ഓൾസോ ഡ്യൂ ടു സ്കാറ്ററിങ്. ലേക്ക്, നദി, കടൽ, തടാകം ഇതെല്ലാം സ്കാറ്ററിങ് ആണ്. ലേക്ക് ഓൾസോ. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് പ്രൈമറി കളർ? പ്രാഥമിക വർണ്ണം അല്ലാത്തതാണ്. ഏതാണ് പ്രാഥമിക വർണ്ണം അല്ലാത്തത്? യെല്ലോ. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്ന് പറഞ്ഞ 7 വർണ്ണങ്ങളിൽ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വർണ്ണങ്ങൾ ചേർത്ത് മൂന്നാമത് ഒരു നിറം ഉണ്ടാക്കാം. അതിനെയാണ് പ്രാഥമിക വർണ്ണം എന്ന് പറയുന്നത്. അതിനെയാണ് ഏതൊക്കെയാണ്? ഗ്രീൻ, ബ്ലൂ, ഗ്രീൻ, റെഡ്. അതാണ് പ്രാഥമിക വർണ്ണം. അത് പ്രത്യേകം പഠിക്കണം. പ്രൈമറി കളേഴ്സ് ആർ ബ്ലൂ, ഗ്രീൻ, റെഡ്. ബ്ലൂ, ഗ്രീൻ, റെഡിനെ പ്രൈമറി കളേഴ്സ് എന്ന് പറയും. ബാക്കി ഏത് കളർ ചോദിച്ചാലും എന്താണ്? അത് പ്രൈമറി കളർ അല്ല. മനസ്സിലായോ? യെസ്. വാട്ട് ഈസ് എ പ്രൈമറി കളർ എന്ന് പഠിച്ചു വെച്ചുകൊണ്ട് പോയാൽ അതല്ലാത്ത ഏതും പ്രൈമറി കളർ അല്ല.
ബ്ലൂവും ഗ്രീനും റെഡുമാണ് പ്രൈമറി കളർ. വൈറ്റ് ലൈറ്റ് കൺസിസ്റ്റ് ഓഫ് 7 കളേഴ്സ്. ധവളപ്രകാശം, വൈറ്റ് ലൈറ്റ് കൺസിസ്റ്റ് ഓഫ് 7 കളേഴ്സ്. 7 വർണ്ണങ്ങൾ ചേരുന്നതാണ് ധവളപ്രകാശം. ഔട്ട് ഓഫ് ദം വിച്ച് ഹാസ് ദ ഹയസ്റ്റ് എനർജി, ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത് ഏതിനാണെന്ന്? ഏതിനാണ്? വയലറ്റ്. അതുകൊണ്ടാണ് വയലറ്റ് ആദ്യം വരുന്നത്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡിൽ ഏറ്റവും മുന്നേ വരുന്ന വയലറ്റ് ആണ്. സോ ഇറ്റ് ഹാസ് ഹയസ്റ്റ് എനർജി. ഹയസ്റ്റ് എനർജി വയലറ്റിന് വരുന്നു. അതുകൊണ്ടാണ് വയലറ്റ് ആദ്യം വരുന്നത്. ഓട്ട മത്സരത്തിൽ ആദ്യം ഓടിയെത്തവനാണ് കൂടുതൽ എനർജി ഉള്ളത്, അല്ലേ? വയലറ്റ് ആദ്യം വരുന്നതുകൊണ്ട് കൂടുതൽ എനർജി വയലറ്റിനാണ്. അടുത്തത്, വാട്ട് കളർ ഡു യു ഗെറ്റ് വെൻ യു മിക്സ് റെഡ് ആൻഡ് യെല്ലോ? റെഡും യെല്ലോയും മിക്സ് ചെയ്താൽ എന്ത് കിട്ടും? ഓറഞ്ച് കിട്ടും. അത് കൃത്യമായി പഠിച്ചുകൊണ്ട് പോകണം. അങ്ങനെ നമുക്ക് പണി തരും അത്. വാട്ട് കളർ ഡു യു ഗെറ്റ് വെൻ യു മിക്സ് റെഡ് ആൻഡ് യെല്ലോ? ഓറഞ്ച്. അടുത്തത്, ടെർമിനൽ കളേഴ്സ് ഓഫ് ദ റെയിൻബോ ആർ ഡാഷ്. ടെർമിനൽ കളേഴ്സ് ഓഫ് ദ റെയിൻബോ ആർ ഡാഷ്. എന്താ ചോദ്യം? ആദ്യത്തെയും അവസാനത്തെയും നിറം ഏതെന്നാ? ടെർമിനൽ എന്ന് പറഞ്ഞാൽ ബൗണ്ടറി കളേഴ്സ്. ഏതാണ് ബൗണ്ടറി കളേഴ്സ്? വയലറ്റിൽ തുടങ്ങി റെഡിൽ അവസാനിക്കുന്നു. അപ്പം വയലറ്റും റെഡും, അല്ലേ? അങ്ങനല്ലേ? യെസ്. അടുത്തത്, വാട്ട് ഈസ് ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് ഓഫ് ദ ഫോളോയിങ് കളേഴ്സ്? താഴെ പറയുന്ന കളറുകളുടെ വേവ് ലെങ്തിൻ്റെ ഇൻക്രീസിങ് ഓർഡർ ഏതാണ് എന്നാണ്. അത് നമ്മൾ ഇൻക്രീസിങ് ഓർഡർ അനുസരിച്ച് പഠിക്കണം. വേവ് ലെങ്ത് നോക്കൂ, വേവ് ലെങ്ത് കൃത്യമായി പഠിക്കണം. എങ്ങനെയാണെന്നറിയാമോ? ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത് ആർക്കാണ്? റെഡിനാണ്. ഏറ്റവും കുറഞ്ഞത് ആർക്കാണ്? വയലറ്റിനാണ്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അതാണ് ഏറ്റവും വേവ് ലെങ്ത്. ഏതാ എൻ്റെ ഓർഡർ? നോക്കൂ, ഏതാണ് ആൻസർ? 4, അല്ലേ? വയലറ്റ്, രണ്ടാമത്തെ ഏതാ? ഇൻഡിഗോ, മൂന്നാമത് യെല്ലോ, അടുത്തത് എന്തുവാ? ഓറഞ്ച്. ഇങ്ങനെ പഠിച്ചുകൊണ്ട് പോകണം. വയലറ്റ്, ഇൻഡിഗോ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്ന് പറയുന്നത് വേവ് ലെങ്തിൻ്റെ ആരോഹണ ക്രമത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ വേവ് ലെങ്ത്. മനസ്സിലായോ? ഇല്ല സർ. വയലറ്റിലല്ലേ തുടങ്ങുന്നത്? വയലറ്റിനാണ് ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത്, അല്ലേ? അപ്പം വേവ് ലെങ്ത് ഏറ്റവും കുറഞ്ഞത് ഏതാണ്? വയലറ്റാണ്. അതിൽ കൂടുതൽ ആർക്കാണ്? ഇൻഡിഗോയ്ക്കാണ്. വയലറ്റ്, ഇൻഡിഗോ, അടുത്ത എന്താണ്? ബ്ലൂ, അല്ലേ? അടുത്ത ഗ്രീൻ, അടുത്ത യെല്ലോ, അടുത്ത ഓറഞ്ച്, ഏറ്റവും അവസാനം റെഡ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത് റെഡിന്. മനസ്സിലായോ? വേവ് ലെങ്തിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ ആരോഹണ ക്രമത്തിലാണ് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്ന് എഴുതിയിട്ടുള്ളത്. പിടികിട്ടിയാ? അത് പിടികിട്ടിയില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ നമുക്ക് കുളമായി പോകും. പിടികിട്ടിയാ? നോക്കൂ, വയലറ്റ് ആദ്യത്തത്, അല്ലേ? ഇൻഡിഗോ രണ്ടാമത്തത്, മൂന്നാമത്തെ ഏതാ? യെല്ലോ, നാലാമത് ഓറഞ്ച്. അപ്പം ശരിയല്ലേ? 4, 2, 3, 1 ശരിയല്ലേ? അതാ ഞാൻ പറഞ്ഞത്. വയലറ്റ്, ഇൻഡിഗോ, പിന്നെ വയലറ്റ്, ഇൻഡിഗോ. അതിനകത്തുള്ള അടുത്ത്, the most convenient color combination that can be used for vehicles running day and night is dash. രാത്രിയും പകലും ഓടുന്ന വാഹനങ്ങൾക്ക് ഏത് കളർ കോമ്പിനേഷനാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്? ഏതാണ്?
റെഡ് ആൻഡ് ഗ്രീൻ. റെഡും ഗ്രീനും കണ്ടിട്ടുണ്ടോ? നമ്മുടെ റോഡുകളിൽ ഓടുന്ന വാഹനത്തിൻ്റെ ഏറ്റവും കൂടുതൽ നിറം ഏതാണെന്ന്? ഒന്നുകിൽ റെഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രീൻ ആയിരിക്കും. ഗ്രീൻ എവിടെയാ സാർ? ഏ ഗ്രീൻ കളർ എവിടെയാ വണ്ടിക്ക്? എറണാകുളത്ത് ഓടുന്ന വണ്ടിക്കൊക്കെ ഗ്രീൻ ഇല്ലേ മക്കളെ? ഇൻഡിക്കേറ്റർ മഞ്ഞ കളറിലല്ലേ? ഇൻഡിക്കേറ്റർ അല്ല, അത് മോസ്റ്റ് കൺവീനിയന്റ് കളർ കോമ്പിനേഷൻ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ വെഹിക്കിൾസ് ഡർണിങ് ഡേ ടൈം. ഇൻഡിക്കേറ്ററിനെ കുറിച്ചല്ല പറഞ്ഞേക്കുന്നത്. പക്ഷെ വണ്ടിയിൽ ഗ്രീൻ കളർ ഇല്ലല്ലോ, ലൈറ്റ്. ലൈറ്റിനല്ല മക്കളെ, വണ്ടിയുടെ പുറത്ത് പെയിന്റ്. ഓ, ഇപ്പൊ മനസ്സിലായ? റെഡി? യെസ്. മനസ്സിലായെങ്കിൽ വായിച്ചോ. 9. Sound travels fastest through steel. 10. Raman effect is related to scattering of lights. Yes. 11. Which of the following is not a fundamental unity? Yeah. Unit. Liter. 12. Father of electricity, Michael Faraday. Colors. The blue color of the sky is due to scattering of light. Which of the following is not a primary color? Yellow. White light consists of 7 colors, out of them which has the highest energy? Violet. What color do you get when you mix red and yellow? Orange. The terminal colors of the rainbow are violet and red. What is the increasing order of the wavelength of the following colors? Violet, indigo, yellow, orange. The most convenient color combination that can be used for vehicle running is red and green. Yes, ഇഞ്ചക്ഷൻ മോള് വായിക്കട്ടെ. 9. Sound travels fastest through steel. 10. Raman effect is related to scattering of light. 11. Which of the following is not a fundamental unit? Liter. Michael Faraday. Colors. The blue color of the sky is due to scattering of light. Which of the following is not the primary color? Yellow. White light consists of 7 colors, out of them which has the highest energy? Violet. What color do you get when you mix red and yellow? Orange. The terminal colors of the rainbow are violet and red. What is the increasing order of the wavelength of the following colors? Violet, indigo, yellow, orange. The most convenient color combination that can be used for vehicle running day and night is red and green. Yes, any doubt? The most convenient color combination can be used for vehicles. Vehicle എന്ന് പറഞ്ഞാൽ എന്തുവാ? വാഹനം. രാത്രിയും പകലും ഓടുന്ന വാഹനത്തിൽ ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല കളർ കോമ്പിനേഷൻ ഏതാണ്? വാഹനത്തിൽ ഉപയോഗിക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ പെയിന്റ് എന്നാണ് ഇവിടുത്തെ അർത്ഥം. രാത്രി ഓടുന്ന വാഹനത്തിന് ഏത് കളർ ഉപയോഗിക്കാം? ക്വസ്റ്റ്യൻ. പകൽ ഓടുന്ന വാഹനത്തിന് ഏത് കളർ ഉപയോഗിക്കാം? ഇതാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? എറണാകുളത്ത് നിന്ന് വന്ന് നോക്കിയാൽ മതി. എറണാകുളത്തൂടെ പോകുന്ന വണ്ടിയിൽ ഏറ്റവും കൂടുതൽ കളർ പെയിന്റ് ഉള്ളത് റെഡും ഗ്രീനുമാണ്. അല്ലേ? KSRTC മൊത്തവും ചുമപ്പും മഞ്ഞയും ആയിരിക്കും. പ്രൈവറ്റ് ബസ് കൂടുതലും എന്തായിരിക്കും? പച്ചയായിരിക്കും. അല്ലേ? അതാണ് റെഡ് ആൻഡ് ഗ്രീൻ എന്ന് പറഞ്ഞേക്കുന്നത്. റെഡിന്റെ പ്രത്യേകത എന്താ? ഏറ്റവും ദൂരെ നിന്നേ കാണാം, വേവ് ലെങ്ത് കൂടുതലാണ്. ഗ്രീനിന്റെ പ്രത്യേകത എന്താ? വേവ് ലെങ്തും എനർജിയും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഗ്രീൻ മധ്യത്തിൽ വന്നത്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അതിൻ്റെ ഏറ്റവും നടുക്ക് വന്നേക്കുന്നത് ഗ്രീനാണ്.
ആ നെറ്റ് എനർജിയും വേവ് ലെങ്തും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ഹോസ്പിറ്റലുകളിലൊക്കെ പച്ച നിറത്തിലുള്ള കർട്ടൻ ഇട്ടേക്കുന്നത്. കണ്ണിന് നല്ല കുളിർമ കിട്ടും പച്ചയിൽ നോക്കിയാൽ. കണ്ടിട്ടുണ്ടോ ആശുപത്രിയിലൊക്കെ ചെന്നാൽ പച്ച കർട്ടൻ ഇട്ടേക്കുന്നത്? അതാണ് എൻ്റെ കാര്യം. എനി ഡൗട്ട് സഞ്ജുഷ മോളെ? Yes, sir. യെസ് നെക്സ്റ്റ്. സോറി, സെൻറ്റിഗ്രേഡ് ഈസ് ഈക്വൽ ടു ഡാഷ്. എത്രയാണ് മക്കളെ? എത്രയാണ്? 98.6 Fahrenheit. ഫാരൻഹീറ്റ് അല്ലേ? ഇപ്പോൾ 3798.6 നിന്ന് 37 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 1 മിനിറ്റ് മക്കളെ. Sir. ഓക്കെ, അടുത്തത് ക്ലൗഡി. ക്ലൗഡ് എന്ന് പറഞ്ഞാൽ മേഘം. ക്ലൗഡി മേഘാവൃതമായ. നൈറ്റ്സ് ആർ വാം ദാൻ ക്ലിയർ നൈറ്റ്സ്. മേഘാവൃതമായ രാത്രികൾ കൂടുതൽ ചൂടുള്ളതായിരിക്കും അല്ലേ? ദാൻ ക്ലിയർ നൈറ്റ്. ക്ലിയർ നൈറ്റിനേക്കാൾ ചൂടുള്ളതായിരിക്കും. എന്തുകൊണ്ടായിരിക്കും? എ, ക്ലൗഡ്സ് പ്രിവെൻറ്റ് റേഡിയേഷൻ ഓഫ് ഹീറ്റ് ഫ്രം ദ ഗ്രൗണ്ട് എയർ. ഭൂമിയിൽ നിന്നും മുകളിലേക്ക് ചൂട് പറന്നു പോകുന്നതിനെ ക്ലൗഡ് പ്രൊട്ടക്റ്റ് ചെയ്യും. അതുകൊണ്ട് ആ ചൂട് മുകളിലേക്ക് പോകില്ല. അതുകൊണ്ട് എന്താവും? അന്തരീക്ഷം കൂടുതൽ ചൂട് പിടിക്കും. ക്ലൗഡി നൈറ്റ്സ് ആർ വാമർ. വാം എന്ന് പറഞ്ഞാൽ ചൂടുള്ളത്. വാമർ കൂടുതൽ ചൂടുള്ളതായിരിക്കും. പോസിറ്റീവ് ഡിഗ്രി ആൻഡ് കമ്പാരിറ്റീവ് ഡിഗ്രി. ദാറ്റ് ക്ലിയർ നൈറ്റ്സ് ബിക്കോസ് ക്ലൗഡ്സ് മേഘങ്ങൾ പ്രിവെൻറ്റ് റേഡിയേഷൻ. റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്നും മുകളിലേക്ക് ചൂട് അല്ലെങ്കിൽ പ്രകാശം തെറിച്ചു പോകുന്നതിനാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. റേഡിയേഷൻ ഓഫ് ഹീറ്റ് ഫ്രം ദ ഗ്രൗണ്ട് ആൻഡ് എയർ. വായുവിൽ നിന്നും ഭൂമിയിൽ നിന്നുമുള്ള ചൂടിൻ്റെ റേഡിയേഷനെ ക്ലൗഡ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ചൂട് കൂടുതലായിരിക്കും ക്ലൗഡി നൈറ്റ്. വിത്ത് ദ ഇൻക്രീസ് ഇൻ പ്രഷർ the boiling point of a substance is dash. Increase of pressure. പ്രഷർ കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യുന്നു എന്നാണ് ചോദ്യം. ബോയിൽ എന്ന് പറഞ്ഞാൽ തിളനില. മർദ്ദം കൂടുമ്പോൾ തിളനില കൂടുമോ കുറയുമോ? ഇതാണ് ചോദ്യം. എന്താണ്? when pressure increases boiling point also increases. പ്രഷർ കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് BP, ബ്ലഡ് പ്രഷർ അല്ല, ബോയിലിംഗ് പോയിന്റ് ഓൾസോ ഇൻക്രീസസ്. അതിനെന്ത് പറയും? എന്ത് പ്രപ്പോർഷനാണ്? ഡയറക്റ്റ്ലി പ്രപ്പോർഷണൽ എന്ന് പറയും. വെൻ പ്രഷർ ഇൻക്രീസസ് ബോയിലിംഗ് പോയിന്റ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ഓൾസോ ഇൻക്രീസസ്. മനസ്സിലായോ? അടുത്തത് സ്റ്റഡി ഓഫ് ലൈറ്റ് ഈസ് നോൺ ആസ് ഡാഷ്. ലൈറ്റിനെ കുറിച്ചുള്ള പഠനത്തിനെ ഡാഷ് എന്ന് പറയുന്നു. എന്താണ്? Optics. ഒപ്റ്റിക്സ്. കണ്ണട വിൽക്കുന്ന കടയുടെ മുന്നിൽ എഴുതി വെച്ചിരുന്നു ഒപ്റ്റിക്കൽസ് അല്ലേ? അപ്പോൾ ലൈറ്റിനെ കുറിച്ചുള്ള പഠനമാണ് ഏതോന്ന്? ഒപ്റ്റിക്കൽസ്. അല്ലാതെ കണ്ണടയെ കുറിച്ചുള്ള പഠനമല്ല ഒപ്റ്റിക്കൽസ്. ലൈറ്റിനെ കുറിച്ചുള്ള പഠനത്തിനെ ഒപ്റ്റിക്സ് എന്ന് പറയുന്നു. അതിനാണ് നമ്മൾ ഇന്ന് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറഞ്ഞത്. എന്താണ് ഒപ്റ്റിക്കൽ ഫൈബർ അല്ലേ? പ്രകാശനാര്. ദ എനർജി സോഴ്സ് ഓഫ് എ സൺ ഈസ് ഡാഷ്. പ്രകാശത്തിൻ്റെ എനർജി സോഴ്സ് എന്താണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ഫ്യൂഷൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ന്യൂക്ലിയർ ഫ്യൂഷൻ. ഫ്യൂഷൻ എന്താണ്?
ഫ്യൂസ് നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? ഈ കറണ്ടിന്റെ കറണ്ടിന്റെ 2 ടെർമിനലുകളെ കൂട്ടി യോജിപ്പിക്കാനാണ് ഫ്യൂഷൻ ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പൊ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂക്ലിയറിന് ചാണൂന്നല്ലേ സാർ? ന്യൂക്ലിയറിന് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയസ് ഒരു കോശത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മോളിക്യൂളിൻ്റെ ഏറ്റവും നടുക്ക് വരുന്ന ഘടകത്തിനെയാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അല്ലേ? ന്യൂക്ലിയസിൽ എന്തൊക്കെ ഉണ്ടാവും? ന്യൂട്രോണുകളും പ്രോട്ടോണുകളും ഉണ്ടാവും. ഇലക്ട്രോണുകൾ എവിടെ ഉണ്ടാവും? അതിൻ്റെ പുറത്തുണ്ടാവും, റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളതിനെ കുറിച്ചൊന്നും പറയുന്നില്ല, ന്യൂക്ലിയസിനെ കുറിച്ചാണ്. ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ 2 ന്യൂക്ലിയസുകൾ ഒരുമിച്ച് ചേരുന്നതിനെയാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ 2 ന്യൂക്ലിയസുകൾ ഒരുമിച്ച് ചേർന്നിട്ടാണ് എവിടെ ഉണ്ടാകുന്നത്? രാജേന്ദ്ര സാറെ ഞാൻ വിളിക്കാം. ഹലോ. അപ്പോൾ 2 ന്യൂക്ലിയസുകൾ ഒരുമിച്ച് ചേർന്ന് ഒരു ന്യൂക്ലിയസ് ആകുന്ന പ്രക്രിയയാണ് സൂര്യനിൽ നടക്കുന്നത്. അതിനെയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഫിഷൻ എന്ന് പറഞ്ഞാൽ നേരെ എതിരാണ്. ഒരു ന്യൂക്ലിയസ് വിഘടിച്ച് 2 ആകുന്നതിനെയാണ് എന്ത് പറയുന്നത്? ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ദ എനർജി സോഴ്സ് ഇൻ ദ സൺ ഈസ് കോൾഡ് ന്യൂക്ലിയർ ഫ്യൂഷൻ. 2 ന്യൂക്ലിയസുകൾ ഒരുമിച്ച് ചേർന്ന്, ഹൈഡ്രജൻ്റെ 2 ന്യൂക്ലിയസുകൾ ഒരുമിച്ച് ചേർന്ന് ഹീലിയം ന്യൂക്ലിയസ് ഉണ്ടാകുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത്. മനസ്സിലായോ? യെസ്. 18 യൂണിറ്റ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി. റേഡിയോ ആക്ടിവിറ്റി നിർണ്ണയിക്കുന്ന യൂണിറ്റ് എന്താണ്? എന്താണ് മക്കളെ? ക്യൂറി. റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ച അദ്ദേഹത്തിൻ്റെ പേര് എന്താണ്? ക്യൂറി എന്നായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് അടിസ്ഥാനത്തിലാണ് ക്യൂറി എന്നിട്ടേക്കുന്നത്. വോൾട്ട് ഏതിൻ്റെയാണ്? ബൾബിന്റെ അല്ലേ സർ? അതെ അതെ അതെ. ഓട്ടും വാട്ട് ഏതാണ്? പവർ അല്ലേ? വൈദ്യുതിയുടെ പവർ കണക്കാക്കുന്നതിനാണ് വാട്ട്. വാട്ടിലുള്ള പവർ ഇൻറ്റു മണിക്കൂർ ഭാഗം 1000 എന്ന് പറയുന്നത്. ഹെഡ്സ് എന്തിൻ്റെയാണ്? ശബ്ദം. കേട്ടോ? ഹെഡ്സ് ശബ്ദം. The special theory of relativity was proposed by Dash. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആപേക്ഷികത. എന്തോന്നാ? ആപേക്ഷികത. ആപേക്ഷിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര് എന്ന് പഠിച്ചിട്ടുണ്ടോ? ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ആപേക്ഷിക സിദ്ധാന്തം, തിയറി ഓഫ് റിലേറ്റിവിറ്റി, ആൽബർട്ട് ഐൻസ്റ്റീൻ. ദ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വാസ് പ്രപ്പോസ്ഡ് ബൈ ആര്? ആൽബർട്ട് ഐൻസ്റ്റീൻ. മാക്സ് പ്ലാങ്കിന്റെ തിയറിയുടെ പേരെന്താ? ക്വാണ്ടം തിയറി. ന്യൂട്ടനോ? ന്യൂട്ടൻ ലോ ഓഫ് മോഷൻ, ചലനനിയമം. റോബർട്ട് ബോയിലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം എന്തുവാ? റോബർട്ട് ബോയിൽ അറ്റോമിക് തിയറിയാണ് കേട്ടോ. റിലേറ്റിവിറ്റി ആൽബർട്ട് ഐൻസ്റ്റീൻ, ന്യൂട്ടൺ ലോ ഓഫ് മോഷൻ, മാക്സ് പ്ലാങ്ക് ക്വാണ്ടം തിയറി, അറ്റോമിക് തിയറി റോബർട്ട് ബോയിൽ കേട്ടോ. കുടി കിട്ടിയാ? യെസ്. ഒന്നുകൂടെ പറയണോ? വേണ്ട. വേണമെന്നോ വേണ്ടെന്നോ? $13. 37 degrees centigrade is equal to 98.6 Fahrenheit. 14. Cloudy nights are warmer than clear nights because
Clouds prevent radiation of heat from ground and air. 15. With the increase in pressure, the boiling point of a substance increases. 16. Study of light is known as optics. 17. The energy source of the sun is nuclear fusion. 18. Unit of radioactivity is Curie. 19. Special theory of a relativity was proposed by Albert Einstein. 13. 37 degrees centigrade is equal to 98.6 Fahrenheit. 14. Cloudy nights are warmer than clear nights because clouds prevent the radiation of heat from ground and the air. 15. With the increase in pressure, the boiling point of a substance increases. 16. Study of light is known as optics. 17. The energy source of the sun is nuclear fusion. 18. Is Curie. 19. Special theory of relativity was proposed by Albert Einstein. യെസ് റെഡി? ക്ലാസ്സിലാണ്, പിന്നെ വിളിക്കാം. ഗാൽവനോമീറ്റർ ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ടു മെഷർ ഡാഷ്. ഗാൽവനോമീറ്റർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഇലക്ട്രിക് കറണ്ട്. എന്ത് ഉപയോഗിക്കുന്നു? ഇലക്ട്രിക് കറണ്ട്. അടുത്തത് ബാലോമീറ്റർ ഈസ് ബോളോമീറ്റർ കേട്ടോ. ബോളോമീറ്റർ ഈസ് യൂസ്ഡ് ഫോർ ഹീറ്റ് റേഡിയേഷൻസ്. ഹീറ്റ് റേഡിയേഷൻസിനെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്തുപയോഗിക്കുന്നത്? ബോളോമീറ്റർ ഉപയോഗിക്കുന്നത്. അടുത്തെന്തുവാ? ഹൈഗ്രോമീറ്റർ ഈസ് യൂസ്ഡ് ഫോർ ഹ്യൂമിഡിറ്റി. ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തരീക്ഷത്തിൽ വെള്ളത്തിൻ്റെ അളവിനെയാണ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. When water is heated from 0 degree to 10 degree, the volume of water is dash. ചൂട് കൂടുമ്പോൾ വെള്ളത്തിൻ്റെ വ്യാപ്തം വോളിയം കൂടുമോ കുറയുമോ എന്നാണ് ചോദ്യം. എന്ത് ചെയ്യും? സി. ഫസ്റ്റ് ഡിക്രീസസ്. ആദ്യം ചൂട് കൂടുമ്പോൾ വെള്ളത്തിൻ്റെ വ്യാപ്തം വോളിയം കുറയും. ദെൻ ഇൻക്രീസസ്. അതിനുശേഷം കൂടും. എന്തുകൊണ്ടാണ് കൂടുന്നത്? ചൂട് കിട്ടുമ്പോൾ വാട്ടർ മോളിക്യൂളിന് എനർജി കൂടും. എനർജി കൂടുമ്പോൾ അത് പറന്നു പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അത് വലുതാവും. മനസ്സിലായോ പറഞ്ഞത്? വെൻ വാട്ടർ ഈസ് ഹീറ്റഡ്, ജലം ചൂടാക്കുമ്പോൾ ഫ്രം 100 degree to 10 degree Celsius. 100 അല്ല, 0 degree to 10 degree Celsius. 0 ഡിഗ്രിയിൽ നിന്ന്, ഐസിൽ നിന്ന് 10 ഡിഗ്രി ചൂടാക്കുമ്പോൾ the volume of water is first decreases, then increases. രാജേന്ദ്ര സാറേ, ഞാൻ വിളിക്കാം. ഞാൻ ബിസിയാണ്. ഞാൻ പിന്നെ വിളിച്ചാൽ പോരെ? ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട്. ഓക്കെ, ശരി. ഓക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിക്രീസസ് ദെൻ ഇൻക്രീസസ്. ആദ്യം എന്ത് ചെയ്യുന്നു? കുറയുന്നു, പിന്നെ കൂടുന്നു. If the pressure is increased at constant temperature, if the pressure is increase ചെയ്യുന്നു at constant temperature, സ്ഥിരമായ ടെമ്പറേച്ചറിൽ ഇൻക്രീസ് ചെയ്യുന്നുവെങ്കിൽ the velocity of sound in glass. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ അത് സമയം കൂടുന്നതിനനുസരിച്ച് വേഗത കൂടുന്നുവെങ്കിലാണ് അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. സമയം കൂടുന്ന ഒരു പാർട്ടിക്കിൾ, ഒരു വസ്തു മൂവ് ചെയ്യുമ്പോൾ, സഞ്ചരിക്കുമ്പോൾ സമയം കൂടുന്നതിനനുസരിച്ച് വേഗത കൂടുന്നെങ്കിൽ അതിനെ വെലോസിറ്റി എന്ന് പറയും. മനസ്സിലായോ? വാട്ട് ഈസ് എ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ ഗ്ലാസ്? സൗണ്ടിന്റെ
സോറി ഗ്യാസ്, ഗ്ലാസ് അല്ല മക്കളെ, പറഞ്ഞ മാറിപ്പോയ, ഗ്യാസ്. സൗണ്ട് ഇൻ ഗ്യാസ്. ഗ്യാസിൽ സൗണ്ടിൻ്റെ വെലോസിറ്റി എങ്ങനെ കൂടുമ്പോൾ, ദ പ്രഷർ ഈസ് ഇൻക്രീസ്ഡ്. പ്രഷർ കൂടുമ്പോൾ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ കൂടുന്നില്ല. പ്രഷർ കൂടിയാൽ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ ഗ്യാസ്, സൗണ്ടിൻ്റെ വെലോസിറ്റി ഗ്യാസിൽ എങ്ങനെയായിരിക്കും? മനസ്സിലായോ ക്വസ്റ്റ്യൻ? ഒന്നും കൂടെ സർ. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ ഊഷ്മാവ് കൂടുന്നില്ല എങ്കിൽ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. മനസ്സിലായോ? ആ സർ. പ്രഷർ ഇൻക്രീസസ്, മർദ്ദം കൂടുന്നു എങ്കിൽ ദ വെലോസിറ്റി ഓഫ് സൗണ്ട്, സൗണ്ടിൻ്റെ വെലോസിറ്റി ഗ്യാസ് മീഡിയത്തിൽ എങ്ങനെയായിരിക്കും എന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ആ സർ. വെൻ ദ ടെമ്പറേച്ചർ ഈസ് കോൺസ്റ്റൻറ്റ്, ഊഷ്മാവ് സ്ഥിരമായിരുന്നാൽ പ്രഷർ കൂടുന്നു എങ്കിൽ സൗണ്ടിൻ്റെ വെലോസിറ്റി ഗ്യാസിൽ കൂടുമോ കുറയുമോ സ്ഥിരമായി നിൽക്കുമോ എന്നാണ് ചോദ്യം. ഏതാണ് ആൻസർ? ഈസ് അൺഅഫക്റ്റഡ്, കൂടുകയുമില്ല കുറയുകയുമില്ല. മനസ്സിലായോ? ആ സർ. ഈസ് ദ പ്രഷർ ഇൻക്രീസ്ഡ് അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്, പ്രഷർ കൂടിക്കൊണ്ടിരിക്കുന്നു, മർദ്ദം കൂടിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ സൗണ്ടിൻ്റെ വെലോസിറ്റി, ശബ്ദത്തിൻ്റെ വെലോസിറ്റി ഗേഷ്യസ് ഫോമിൽ അൺഅഫക്റ്റഡ് ആയിരിക്കും, സ്ഥിരമായി നിലനിൽക്കും, മാറില്ല, കൂടില്ല കുറയില്ല. മനസ്സിലായോ? 22 സി ആണ് ആൻസർ. മെറ്റീരിയൽസ്, വസ്തുക്കൾ, വിച്ച് റൊട്ടേറ്റ് ദ പ്ലെയിൻ ഓഫ് എ പോളറൈസേഷൻ ഓഫ് ലൈറ്റ് ആർ കോൾഡ് ഡാഷ്. പോളറൈസേഷൻ ഓഫ് ലൈറ്റ്, ലൈറ്റിൽ ദ പോളറൈസേഷൻ നടക്കുമ്പോൾ മെറ്റീരിയൽസ് വിച്ച് റൊട്ടേറ്റ് ദ പ്ലെയിൻ ഓഫ് എ പോളറൈസേഷൻ ഓഫ് ലൈറ്റ് ഈസ് കോൾഡ് ഡാഷ്. ക്വസ്റ്റ്യൻ മനസ്സിലായോ? പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ്, ഒന്നിലധികം ലൈറ്റുകൾക്ക് ഈ തരംഗ ദൈർഘ്യമൊക്കെ ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ പോളറൈസേഷൻ എന്ന് പറയുന്നത്. ഗൂഗിളിനോട് ചോദിച്ചിട്ട് ബാക്കി കാര്യം പറഞ്ഞുതരാം കേട്ടോ. പോളറൈസേഷൻ ഓഫ് ലൈറ്റ്, 1 മിനിറ്റ്. മനസ്സിലായോ? ആ സർ. യെസ് യെസ് യെസ്. അപ്പോൾ അന്ന് വായിച്ചേ. മെഷറിംഗ് ഡിവൈസസ്. Measuring devices. Galvanometer is an instrument to measure electric currents. Bolometer is used to measure heat radiations. Hygrometer is used for measuring humidity. 20. When water is heated from 0 degrees Celsius to 10 degrees Celsius, the volume of water first decreases then increases. 21. If the pressure is increased at a constant temperature, the velocity of sound in gas is unaffected. 22. Materials which rotate the plane of polarization of light are called optically active. Yes. Measuring devices. Galvanometer is an instrument to measure electric current. Bolometer is used to measure heat radiations. Hygrometer is used for measuring humidity. 20. When water is heated from 0 degrees Celsius to 10 degrees Celsius, the volume of water first decreases then increases. 21. If the pressure is increased at constant temperature, the velocity of sound in gas is affected. 22. Materials which rotate the plane of polarization of light are called optically active. Yes. Any doubt? Yes, sir. Yes. 23. Who proposed corpuscular theory? എന്ത് തിയറി? കോർപ്പസ്കുലാർ. ആരാ കൊണ്ടുവന്നേ?
ന്യൂട്ടൺ. എന്ത് ന്യൂട്ടൺ? സർ ഐസക് ന്യൂട്ടൺ. ഫാരഡെ കൊണ്ടുവന്ന എന്തുവാ? ഇലക്ട്രിസിറ്റി. വൈദ്യുതി കണ്ടുപിടിച്ചത് ആരുടെ? മൈക്കിൾ ഫാരഡെ. മനസ്സിലായോ? യെസ്. അടുത്തത്. ഓൺ റെയിനി ഡേയ്സ് ഓയിൽ സ്പ്രെഡ് ഓൺ എ പാച്ച് ഓഫ് എ വാട്ടർ ഈസ് കളേർഡ് ഡ്യൂ ടു ഡാഷ്. മഴ പെയ്യുന്ന സമയത്ത് റോഡിൽ എണ്ണ വീണാൽ അല്ലെങ്കിൽ തറയിൽ എണ്ണ വീണാൽ ആ എണ്ണയ്ക്ക് കളറുണ്ടാകും. ബിക്കോസ് ഓഫ് ഡാഷ്. എന്തുകൊണ്ടാണ്? ഇൻ്റർഫറൻസ് കൊണ്ടാണ്. ഇതുകൊണ്ടാണ് ഡ്യൂ ടു ഇൻ്റർഫറൻസ്. ഓക്കെ, അത് നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട്. മഴയുള്ള സമയത്ത് റോഡിൽ എൻജിൻ ഓയിൽ വീണാൽ അത് കളറായി കാണപ്പെടുന്നു. എന്തുകൊണ്ട്? ഡ്യൂ ടു ഇൻ്റർഫറൻസ്. അടുത്തത്. ഓൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഹാവ് സെയിം സ്പീഡ് ഇൻ ഡാഷ്. എന്തുണ്ടാവും? ഇലക്ട്രോ എന്ന് പറഞ്ഞാൽ കറണ്ടുമായി ബന്ധപ്പെട്ടത്, മാഗ്നറ്റ് കാന്തമായി ബന്ധപ്പെട്ടത്. ഇലക്ട്രോ മാഗ്നറ്റിക് കറണ്ടിലൂടെ കാന്തമാകുന്ന തരംഗങ്ങൾ എങ്ങനെയായിരിക്കും? അവർക്ക് സ്പീഡ് ഒരേ സ്പീഡായിരിക്കും. സെയിം സ്പീഡ് ഇൻ ഡാഷ്. എവിടെയായിരിക്കും? വാക്വം. എന്തുവാ വാക്വം എന്ന് പറഞ്ഞാൽ? എന്താ മക്കളെ വാക്വം എന്ന് പറഞ്ഞാൽ? ചലിക്കുന്ന ഒരു വസ്തുവിന്റെ എനർജിയെ കൈനറ്റിക് എനർജി എന്ന് പറയും. തൊട്ട് മേളത്ത് നോക്കിക്കോളൂ. ഏതാണ്? LCD. എന്തോ LCD? ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. എനർജി പ്രൊപ്പോസ്ഡ് ബൈ ദ ബോഡി ഇൻ മോഷൻ. ചലിക്കുന്ന വസ്തുവിനെ നമ്മൾ ഇത് ഫിസിക്സിൽ പറയുന്നത് ഇറ്റ് ഈസ് കൈനറ്റിക് എന്നാണ്. എന്താണ്? കൈനറ്റിക്. ചലിക്കുന്ന വസ്തുവിനുള്ള എനർജിയെ കൈനറ്റിക് എനർജി എന്ന് പറയും. നിശ്ചലമായിരിക്കുന്ന വസ്തുവിനെ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയും. മനസ്സിലായോ? ബോൾ ബിയറിംഗ്സ് ആർ യൂസ്ഡ് ഇൻ സൈക്കിൾസ്. സൈക്കിളിൻ്റെ വീല് ഉറപ്പിക്കുന്നതിന് വേണ്ടി ബോൾ ബിയറിംഗ്സ് ഉപയോഗിക്കും. സൈക്കിൾസ് ആൻഡ് സ്കൂട്ടേഴ്സ്. എന്തിനു വേണ്ടിയാ? ടു റെഡ്യൂസ്. എന്ത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാ? ടു റെഡ്യൂസ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ വീൽസ് ആൻഡ് ആംഗിൾസ്. ആംഗിളും വീലും തമ്മിലുള്ള ഫ്രിക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നത്? ബോൾ ബിയറിംഗ്സ് യൂസ്ഡ് ഇൻ സൈക്കിൾസ് ആൻഡ് സ്കൂട്ടേഴ്സ്. എന്നിട്ട് നമ്മളവിടെ ഓയിലിട്ട് കൊടുക്കും. എന്താ? ഈ ബോൾ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി. ബോൾ ബിയറിംഗ്സ് are used in cycles and scooters to reduce friction between wheels and angles. ആക്സിൽ കേട്ടോ. ആക്സിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഇരുമ്പ് ദണ്ടിനെയാണ് നമ്മൾ ആക്സിൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതൊന്നും കൂടി പറയാം സർ. ക്വസ്റ്റ്യൻ. ബോൾ ബിയറിംഗ്. ബോള് കണ്ടിട്ടുണ്ടോ? ബോള്, ചെറിയ ചെറിയ ഇരുമ്പ് ബോളുകൾ. സൈക്കിളിൻ്റെ സ്കൂട്ടറിൻ്റെക്കും ഈ കറങ്ങുന്ന ലോഹഭാഗവും ഉറപ്പിച്ചിരിക്കുന്ന ദണ്ടിനെ ഇടയിലിട്ടേക്കുന്ന സാധനമാണ് ബോൾ ബിയറിംഗ്. ബോൾ ബിയറിംഗ് ആർ യൂസ്ഡ് ഇൻ സൈക്കിൾസ്. സൈക്കിളിൽ ബോൾ ബിയറിംഗ് ഉപയോഗിക്കും. സ്കൂട്ടറിൽ ബോൾ ബിയറിംഗ് ഉപയോഗിക്കും. എന്തിനു വേണ്ടിയാണ്? ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഘർഷണം. രണ്ട് ഇരുമ്പുകൾ ചേർന്നിറങ്ങും കീ 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 എന്ന് ശബ്ദം കേൾക്കും അല്ലേ? അതിനെ ആ ശബ്ദത്തിന് ഫ്രിക്ഷൻ ഉണ്ടാകുമ്പോഴാണ് ശബ്ദം ഉണ്ടാവും. ആ ഫ്രിക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ബോൾ ബിയറിംഗ് ഉപയോഗിക്കുന്നത്. അതിനെക്കൊണ്ട് നമ്മൾ ഗ്രീസോ കീലോ ഓയിലോ ഒക്കെ ഒഴിച്ചു കൊടുക്കും. എന്ത് കുറയ്ക്കാൻ? ഫ്രിക്ഷൻ കുറയ്ക്കാൻ. വീട്ടിൽ കപ്പി ഉണ്ടെങ്കിൽ കപ്പിയിൽ നിന്ന് വെള്ളം കോരുമ്പോൾ ഒരു ശബ്ദം കേൾക്കും. ആ കപ്പിയിൽ അതെ എണ്ണ ഇട്ട് കൊടുക്കുമ്പോൾ ശബ്ദവും കുറയും. ഈ ശബ്ദത്തിനെയാണ് നമ്മൾ ഫ്രിക്ഷൻ കൊണ്ടാണ് ശബ്ദം ഉണ്ടാകുന്നത്. അപ്പോൾ ആ എണ്ണ ഇട്ട് കൊടുക്കുമ്പോൾ ഫ്രിക്ഷൻ കുറയും. അപ്പോൾ ആ എണ്ണ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ബോൾ ബിയറിങ്സിനകത്താണ് എണ്ണ ഇട്ട് കൊടുക്കുന്നത്. തയ്യൽ മെഷീൻ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം എനിക്ക് തയ്യൽ മെഷീനുമായിട്ട് ബന്ധമില്ല. ഉണ്ടാവും. അപ്പോൾ സ്കൂട്ടറും സൈക്കിളിനും പിന്നെ നമ്മുടെ ഈ കപ്പിയിലുമൊക്കെ ബോൾ ബിയറിങ്സ് ഉണ്ട്. മനസ്സിലായോ?
sir. യെസ്. അടുത്തത് ട്രാൻസ്ഫോർമർ. എന്താണ് ട്രാൻസ്ഫോമർ? എന്തിനാണ് ഉപയോഗിക്കുന്നത്? ട്രാൻസ്ഫോമർ രണ്ട് തരം ട്രാൻസ്ഫോമർ ഉണ്ട്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും ഉണ്ട്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും ഉണ്ട് അല്ലേ? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്നാണ് ഉപയോഗിക്കുന്നത് കറണ്ടിൻ്റെ കൂട്ടാൻ, വോൾട്ടേജ് കൂട്ടാൻ. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്നാണ് ഉപയോഗിക്കുന്നത് വോൾട്ടേജ് കുറയ്ക്കാൻ. അപ്പോൾ അതിൻ്റെ ആൻസർ രണ്ടാണ്. ഈസ് യൂസ് ടു ഡിക്രീസ് കൂട്ടാൻ, ഓർ ഇൻക്രീസ്, ഡിക്രീസ് എന്ന് പറഞ്ഞാൽ കുറയ്ക്കാൻ, ഓർ ഇൻക്രീസ് കൂട്ടാൻ എ സി വോൾട്ടേജ്. ആൾട്ടർനേറ്റീവ് കറണ്ട്, എ സി കറണ്ടിൻ്റെ വോൾട്ടേജ് കൂട്ടാനും കുറയ്ക്കാനുമാണ് എന്ത് ഉപയോഗിക്കുന്നത്? ട്രാൻസ്ഫോർമർ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? Sir. മനസ്സിലായോ? അഞ്ജുഷ കുട്ടി മനസ്സിലായോ? sir. യെസ്. അഖില മോള് വായിച്ചേ. 23. Who proposed corpuscular theory? Newton. 24. On rainy days, oil spread on patch of water is colored due to interference. 25. All electromagnetic waves have same speed in vacuum. 26. Expansion of an LCD is liquid crystal display. 27. Energy possessed by a body in motion, kinetic energy. 28. Ball bearings are used in cycles, scooters, etc. to reduce the friction between the wheel and the axle. 29. A transformer is used to decrease or increase AC voltage. അഞ്ജുഷ മോള് വായിച്ചേ. 23. എന്തുവാ അതിനകത്ത് നിൽക്കുന്നില്ലായിരിക്കും, ഞാൻ ടിക്കറ്റൊന്നും വായിക്കില്ല. On rainy days, oil spread due to interference. യെസ്. 5. Magnetic wave have same speed in vacuum. 26. Expansion of an LCD is liquid crystal display. 27. Possessed by a body in motion, kinetic used in scooters, etc. Transformer is used to decrease or increase AC voltage. യെസ്. റെഡി?